കണ്ണാമൂച്ചി ഏഴാ എൻ കണ്ണാ കണ്ണാമൂച്ചി ഏഴാ എൻ കണ്ണാ കണ്ണാടി കുഴൽ പോലടാ കണ്ണാമൂച്ചി ഏഴാ. क्या हुआ? ആഹാ സിദ്ധു ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വീട് മൊത്തം തപ്പി കിടക്കുവായിരുന്നു. லெச்சு சித்துக்கு ஒரு கால் வந்ததுக்கு அப்புறம் அவனோட ஃபேஸ் எல்லாம் ஒரு மாதிரியா ஆயிடுச்சு. அப்புறம் அங்க போய் உட்கார்ந்தான். ஏதோ பெரிய பிரச்சனை இருக்கிற மாதிரி எனக்கு தெரியுது. നിനക്ക് ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. அது நல்லது, போவா. എന്ത് പറ്റി രമണ? ഒന്നുമില്ല. കാര്യം പറ. ഒന്നുമില്ലടി, സത്യം. ഒന്നുമില്ലാതെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലടി, ഒന്നുമില്ല. കാര്യം പറ. എടി, ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. എന്താ ആലോചിക്കുന്നത്? ദുബായ് ലൈഫ് ഉപേക്ഷിച്ചിട്ട് നിന്റെയും മോളുടെയും കൂടെ ഇവിടെ വന്ന് നിന്നാലോ? അത് നല്ലതല്ലേ? പക്ഷെ നമ്മളിതുവരെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ലല്ലോ. അതാലോചിക്കുമ്പോഴാണ് ദുബായിലൊക്കെ അടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നത്. അല്ല ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറ. ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഞാൻ GM-നെ വിളിച്ചിരുന്നു. എന്നിട്ട് GM പറഞ്ഞു 1.5 മാസത്തെ ലീവ് എന്തായാലും കൺഫേം ആണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടി വരും. 1.5 മാസത്തെ ലീവാ? എന്തോന്ന് സിദ്ധു ഇത്? പിന്നെ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വരണ്ടായിരുന്നല്ലോ. അത് ശരി, ഇപ്പൊ വന്നാണോ തെറ്റ്? അതല്ല, നീ കറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യണ്ടേ? എടാ, എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലേ നിന്റെ അടുത്ത് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല, അതല്ലേ? അതെ, ആ അറബീന്റെ അടുത്തൊന്ന് സംസാരിച്ചു. ബെസ്റ്റ്. ഇനി അറബിയുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും 1.5 മാസത്തിനുള്ളിലല്ല 1 മാസത്തിനുള്ളിൽ തിരിച്ചു വരാൻ. അതിന്റെ ആവശ്യമുണ്ടോ? കഷ്ടമുണ്ടോ സിദ്ധു? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, തിരിച്ചു പോവാൻ നോക്ക്. എങ്ങോട്ടാന്ന് വെച്ചാ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഞാൻ തന്നെ വൈകുന്നേരം ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. നീ കറക്റ്റായിട്ട് ഒരു കാര്യം പറയുന്നില്ല. ലീവിന്റെ കാര്യം മര്യാദയ്ക്ക് നേരെ ചൊവ്വേ പറയുന്നില്ല. പിന്നെ നമ്മള് നീ പറയുന്ന ഓരോന്നൊക്കെ കേട്ടിങ്ങനെ മണ്ടിനെ പോലെ തലയാട്ടിരിക്കണം അല്ലേ? லெச்சு, என்னாச்சு லெச்சு? என்ன பிரச்சனை? എന്ത് പ്രശ്നം? ലച്ചുവിന് ഒരു പ്രശ്നമില്ലല്ലോ. എന്താ മോളെ കാര്യം പറ. എന്റെ അമ്മൂമ്മ അവനിപ്പോ പറയാ അവന് 1.5 മാസത്തെ ലീവേ ഉള്ളൂ. 1.5 മാസോ? 1.5 മാസം. അതിന്റെ പകുതി ദിവസം ഇപ്പൊ കഴിഞ്ഞ്. ഇനിയിപ്പോ കൂടി പോയി കഴിഞ്ഞാൽ 1 മാസം ഇവിടെ ഉണ്ടാവും. അതും പറഞ്ഞു മോൾ അവനുമായിട്ട് വഴക്കിട്ടോ? അതിന് ഞാൻ എന്തിനാ വഴക്കുണ്ടേ? എന്നിട്ട് വഴക്കിട്ടതിന്റെ പേരിൽ വഴക്കാളി എന്നുള്ള പേര് കേൾക്കാന്. മക്കള് സമാധാനിക്ക്. എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരും. ഈ പോക്കുവാണെങ്കിലേ ഞാനും എന്റെ കൊച്ചും പെരുവഴിയാവും. யோ லெச்சு, அப்படியெல்லாம் சொல்லாத. சித்து கேட்டுன்னு அவனோட மனசு எவ்வளவு கஷ்டப்படும் தெரியுமா? ഓ, അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ സിദ്ധുവിന്റെ മനസ്സിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫീലിങ്സിന്, നമ്മുടെ ഇമോഷൻസിന്, നമ്മുടെ കാത്തിരിപ്പിനൊന്നും യാതൊരു വിലയില്ല അല്ലേ? നല്ലതാ. அம்மா பாவம் அம்மா லெச்சு. எவ்வளோ நாள் காத்திருந்துதான் சித்து வந்தான். இப்போ നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയാനോ പറ്റുമോ?